പിന്നെ റെഡ് സാരി ഇല്ലാതെ എന്താ ആഘോഷം? ഈ പ്രാവശ്യം നമ്മൾ ഫാബ്രിക് പെയിന്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഈ സാരിയാണ് കേട്ടോ. ആദ്യം തന്നെ ക്ലേ ആണ് കേട്ടോ പരുവപ്പെടുത്തി എടുക്കുന്നത്. അടിച്ചു പരത്തി സോപ്പ് കട്ട പോലെ ആക്കി എടുത്തിട്ട് നമ്മുടെ സാരിയിൽ കൊടുക്കാനുള്ള ഡിസൈൻ ആണ് കേട്ടോ കാർവ് ചെയ്തെടുക്കുന്നത്. ഇത്തിരി പണി കൂടിയിട്ടുണ്ടെങ്കിലേ നമ്മൾ ആഴത്തിൽ തന്നെ അങ്ങ് കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം മതിൽ പണിക്ക് വേണ്ടിയിട്ട് അലൂമിനിയം ഷീറ്റും കാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരല്പം കാര്യമായിട്ട് തന്നെ കുടുക്കി കൊടുക്കണം കേട്ടോ, കാരണം എയർ ബബിളൊക്കെ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മതിൽ പൊളിച്ച് നമ്മുടെ കമ്മട്ടം പുറത്തെടുത്തിട്ടേ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സാൻഡ് പേപ്പർ പിടിക്കുവാണേ. ഇനി പണി തുടങ്ങി വെച്ചാമാരെ ഇനി സ്പോഞ്ചിൽ കളർ തേച്ച് സ്പോഞ്ചിൽ നിന്ന് അച്ചിലേക്കാക്കി അച്ചിൽ നിന്ന് സാരിയിലേക്ക് ടക്ക് ടക്ക് ടക്കേന്ന് പറഞ്ഞ് പ്രിന്റ് അടിച്ച് പോവേ. ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പഞ്ഞിക്കുട്ടന്മാരങ്ങ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ചുമ്മാ മുന്താണി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടേ കുറച്ച് പാത്രങ്ങളെടുത്ത് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് അലുക്കുളത്തെ ഡിസൈനും കൂടി അങ്ങ് വരച്ചു കൊടുക്കുവാറ് കേട്ടാ. ബോളുകളെ തൂങ്ങി കിടക്കുന്ന ഒരു ഫീൽ വരാൻ വേണ്ടിട്ട് ഇവിടെ കിടന്ന വെച്ചൊരു ഫോം ഷീറ്റ് എടുത്തിട്ട് പെയിന്റിൽ മുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാറ് കേട്ടാ. ഈ സാരി ഇല്ലേ പ്യൂർ കോട്ടൺ ആയിരുന്നതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരുന്നു കേട്ടാ. അപ്പൊ ഇതെല്ലാം ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വാർലി പെയിന്റിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ കോമ്പിനേഷൻ കൊള്ളാം അല്ലേ? നമ്മുടെ പെയിന്റിംഗ് എങ്ങനെയാണെന്ന് നോക്കിക്കേ, ഇടുകല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു പോയങ്ങ് ബോധിച്ചിരിക്കണു. കൊള്ളാല്ലേ?